ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് ഞാൻ എടുക്കാൻ ഉദ്ദേശിച്ച ക്ലാസ് എന്ന് പറയുന്നത് എംപ്ലോയീസ് കോമ്പൻസേഷൻ ആക്ട് ആണ്. എംപ്ലോയീസ് കോമ്പൻസേഷൻ ആക്ട് 1923. ശരിക്കും നമുക്ക് ഒരു ആക്ട് പഠിക്കുന്നതിന് മുമ്പ് അതിന്റെ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഒബ്ജക്ട്സ് ആൻഡ് റീസൺസ്, അതേപോലെ ഹിസ്റ്ററി ഓഫ് ഇനാക്ട്മെന്റ്, അതേപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് വേണ്ടത് ആ സ്കീം ഓഫ് ദ ആക്ട്. നമ്മൾ ആക്ടിലേക്ക് ഡീപ്പറായിട്ട് പോയി പഠിക്കുന്നതിന് മുമ്പ് ഇത്രയും കാര്യങ്ങൾ ഒരു എസെൻഷ്യൽ ആണ്, ഒരു പ്രീ റിക്വസിറ്റ്സ് ആണ്, ഒരു പ്രിഫേസ് ആയിട്ട് നമ്മൾ ഇത്രയും നോക്കിയേ പറ്റത്തുള്ളൂ. അപ്പൊ അത് ബെറ്റർ ആയിട്ട് അതിനെ അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്തത്. അപ്പൊ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഒബ്ജക്ട്സ് ആൻഡ് റീസൺസ്. ഈ 1923 മുമ്പ് ഒരു വർക്ക്മാൻ ഇഞ്ചുറി വന്നു കഴിഞ്ഞാൽ, ഡ്യൂറിംഗ് ദ കോഴ്സ് ഓഫ് എംപ്ലോയ്മെന്റ് ഒരു വർക്ക്മാന് ഇഞ്ചുറി വന്നു കഴിഞ്ഞാൽ അവൻ ഓടിച്ചെന്ന് സ്യൂ ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു. അവർ എംപ്ലോയറെ സ്യൂ ചെയ്തെങ്കിൽ മാത്രമേ അവന് ഡാമേജസ് കോമ്പൻസേഷൻ കിട്ടത്തുള്ളൂ. ഈ ഡാമേജസും ഒരു വീക്ക് ലോ ആയിട്ടുള്ള ലോ ഓഫ് ടോർട്സിലാണ് ചെയ്യേണ്ടത്. ഇത് വളരെ കൺസ്യൂമിങ് ആണ്, ടൈം കൺസ്യൂമിങ് ആണ്, കോസ്റ്റ്ലി ആണ്, അതേപോലെ അൺസർട്ടൺ ആണ്. അപ്പൊ ഇങ്ങനെയുള്ള കടമകളൊക്കെ കടന്നു കൂടാൻ വേണ്ടിയിട്ട് എന്താണ് ഒരു ആക്ട് എനാക്ട് ചെയ്യപ്പെട്ടു. അപ്പം അതുകൊണ്ട് നമ്മുടെ ആ ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള, അതായത് കോസ്റ്റ്ലി ആണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു, അത് ചീപ്പറായി. ടൈം കൺസ്യൂമിങ് ആണെന്ന് പറഞ്ഞു, അപ്പൊ സ്പീഡറായി. അൺസർട്ടൺ ആണെന്ന് പറഞ്ഞു, സോ അത് സർട്ടൺ ആയി, സർട്ടൺ റെമഡീസ് ആയി. അപ്പൊ അങ്ങനെ 3 ചേഞ്ചസ്, ഡ്രോബാക്സ് ഉണ്ടായിരുന്ന 3 എന്താണ് ചേഞ്ചസ് ഈ ഇനാക്ട്മെന്റ് കൊണ്ട് ചേഞ്ചസ് ആയിട്ട്. പിന്നെ ഇതെന്തുകൊണ്ടാണ് ഇത് കാര്യം? ഇൻഡസ്ട്രിയലൈസേഷൻ കൊണ്ട് ഫാക്ടറികളുടെ എണ്ണം കൂടി, മൈനിങ് എണ്ണം കൂടി, പ്ലാന്റേഷൻ എണ്ണം കൂടി, അതുപോലെ റെയിൽവേസ് വന്നു. അപ്പൊ റിസ്ക് ഓഫ് ആക്സിഡന്റ് ഇൻക്രീസ് ആയി. അപ്പം there should be a social need to protect workers and their dependents. അത് കാലഘട്ടത്തിലെ ഒരു അനിവാര്യതയായി മാറി. അപ്പൊ എന്ത് സംഭവിച്ചു? ഈ ഇൻഡസ്ട്രിയലൈസേഷന്റെ റിസ്കിനെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള സോഷ്യൽ നീഡായിട്ടാണ് ഒരു ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഏത് ഈ എംപ്ലോയീസ് കോമ്പൻസേഷൻ ആക്ട് 1923 എന്ന് പറയുന്നത്. ഇനി ശരിക്കും ഇത് സ്പീഡിയർ ആക്കുക, അല്ലെന്നുണ്ടെങ്കിൽ ചീപ്പർ ആക്കുക, റെമഡീസ് മോർ സർട്ടൺ ആക്കുക എന്നുള്ളതല്ലാതെ ഇതിന്റെ ഒരു ഒബ്ജക്റ്റ് അല്ല. എംപ്ലോയറെ പണിഷ് ചെയ്യുക എന്നുള്ളത് ആക്ച്വലി ഇതിന്റെ ഒരു ഒബ്ജക്റ്റ് അല്ല. പക്ഷെ എന്താ സംഭവം? അവർക്കൊരു ബേർഡൻ കൊടുത്തു. എന്താണ്? പ്രൊവൈഡിങ് ഫെയർ ആൻഡ് റീസണബിൾ കോമ്പൻസേഷൻ. അതിനുള്ള ഒരു ബേർഡൻ, ഒരു ഉത്തരവാദിത്വം അവർക്ക് ഇത് കൊടുത്തു. അപ്പൊ അതിനു മുമ്പ് അങ്ങനെ ഇല്ലായിരുന്നു. സ്യൂ ചെയ്യണം, അല്ലെ? സ്പീഡി അല്ല, ടൈം കൺസ്യൂമിങ് ആണ്, അൺസർട്ടൺ ആണ്. അപ്പൊ ഇവിടെ എന്താണ്? ഇവരെ പണിഷ് ചെയ്യുക എന്നുള്ളതല്ല ശരിക്കും ഉള്ള ഒബ്ജക്റ്റ്. എംപ്ലോയീസിനെ പണിഷ് ചെയ്യുക എന്നുള്ളതല്ല ശരിക്കും. പക്ഷെ അവിടെ ഒരു ഫെയർ ആൻഡ് റീസണബിൾ കോമ്പൻസേഷൻ. വർക്ക്മെൻ ഡ്യൂറിംഗ് ദ കോഴ്സ് ഓഫ് എംപ്ലോയ്മെന്റ് ഒരു ഇഞ്ചുറി സഫർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇറസ്പെക്റ്റീവ് ഓഫ് നെഗ്ലിജൻസ് ആണെങ്കിൽ കൂടെ തന്നെ എന്താണ് സ്റ്റേറ്റ്മെന്റ് എംപ്ലോയീസിന് കോമ്പൻസേഷൻ, അർഹതപ്പെട്ട കോമ്പൻസേഷൻ കിട്ടുക എന്നുള്ളതാണ് ഇവിടെ ഇതിന്റെ ഒരു ഒബ്ജക്റ്റ്. അടുത്ത ഒരു ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്, ഇന്ത്യൻ ലേബർ സിസ്റ്റത്തില് ഇങ്ങനെ ഒരു എനാക്ട്മെന്റ് ഇല്ലായിരുന്നു പറഞ്ഞു, അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ടായി. അപ്പം കോൺട്രംപററി ഇംഗ്ലീഷ് ലോയിലെ വർക്ക്മെൻസ് കോമ്പൻസേഷൻ ആക്ട് 1987 അല്ലെങ്കിൽ 1906 ഉണ്ടായിരുന്ന കോണ്ടംപററി സമകാലീനമായിട്ടുണ്ടായിരുന്ന ആ സാധനം ഇവിടെ കൂടി എന്താണ് എൻഫോഴ്സ് ചെയ്യപ്പെടുക എന്നുള്ള ഒരു അനിവാര്യതയായി മാറി. അപ്പൊ ഇത്രയൊക്കെയാണ് ശരിക്കും ഇതിന്റെ ഒബ്ജക്ട്സ് ആൻഡ് റീസൺസ് പറയുന്നത്. ഇനി ഹിസ്റ്ററി നോക്കാം. ഫസ്റ്റ് നമ്മൾ ഒബ്ജക്ട് ആൻഡ് റീസൺസ് നോക്കി, നെക്സ്റ്റ് നമുക്ക് ഇതിന്റെ ഹിസ്റ്ററി നോക്കാം. എന്താണ് ഹിസ്റ്ററി? 1923 മുമ്പ് ഇത് ഇങ്ങനെ ഒരു സംഭവം ഇല്ലായിരുന്നു പറഞ്ഞു. അപ്പൊ നോ സ്പെഷ്യൽ ലെജിസ്ലേഷൻ എക്സിസ്റ്റഡ് ബിഫോർ 1923 എന്ന് പറയുന്നു. അപ്പം എന്താ ചെയ്യേണ്ടത്? വർക്ക്മെൻ ഹാഡ് ടു റിലേ ഓൺ കോമൺ ലോ റെമഡീസ് ലൈക്ക് ലോ ഓഫ് കോൺട്രാക്ട്. അതേപോലെ തന്നെ ലോ ഓഫ് കോൺട്രാക്ട് നമുക്കറിയാമല്ലോ എന്നാണെന്നുള്ളത്. അപ്പം 1872 അല്ലേ?
അപ്പം ലോ ഓഫ് കോൺട്രാക്ട്, അതേപോലെ ഫാക്ടറീസ് ആക്ട് എന്തായിരുന്നു? ഫാക്ടറീസ് ആക്ട് ശരിക്കും 1948 ആണ് എന്ന് പറഞ്ഞാൽ ഒരു പ്രീ കോൺസ്റ്റിറ്റ്യൂഷൻ ലോ ആണ്. സോ ഇതിലൊക്കെയുള്ള എന്താണ്, ഇതാണ് നമ്മൾക്ക് റെമഡീസ് ആയിരുന്നു നമ്മൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പം 1923 മുമ്പായിരുന്നല്ലോ ILO സർട്ടൻ നോംസ് അഡോപ്റ്റ് ചെയ്തത്. അതിന്റെ കൺവെൻഷനകത്ത് കുറച്ച് നോംസ് 1919 അതും നമ്മൾക്ക് ഇവിടത്തേക്ക് എന്താണ് ഒരു പ്രൊട്ടക്റ്റീവ് ലെജിസ്ലേഷൻ ആയിട്ട് അഡോപ്റ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമായിരുന്നു. അപ്പൊ സോ അതും ഇതിന്റെ ഒരു ഹിസ്റ്ററിയാണ്. ദെൻ 1923 ഇതിനെ എനാക്ട് ചെയ്തപ്പോൾ വർക്ക്മെൻ കോമ്പൻസേഷൻ ആക്ട് എന്നായിരുന്നു ഇതിന്റെ പേര്. ഇന്ത്യൻ ലെജിസ്ലേച്ചർ എന്താണ് ഇതില് എന്നാണ് കെയിം ഇൻ ടു ഫോഴ്സ് വന്നത്, ഗസറ്റിൽ പബ്ലിഷ് ചെയ്തതെന്നാണ് 1 ജൂലൈ 1924 ഇത് പബ്ലിഷ് ചെയ്തത്. അപ്പൊ സോ it came into force in the name of Workmen Compensation Act 1923 as well as എന്താണ് 1 ജൂലൈ 1924 it came into force. So എന്താണ് ഇതിന്റെ ഇനി പോസ്റ്റ് ഇൻഡിപെൻഡൻസ്, അതായത് പോസ്റ്റ് ഇൻഡിപെൻഡൻസ് അമെന്റ്മെന്റ്സ് 1959 ശേഷമാണ് ഉണ്ടാവുന്നത്. പ്രീ ഇൻഡിപെൻഡൻസ് അമെന്റ്മെന്റ്സ് 1933 1939 2 അമെന്റ്മെന്റ് ഉണ്ടായി. ഇത് ഇതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇതിന്റെ കവറേജ്, അമെന്റ്മെന്റ്സ് വൈഡൻ കവറേജ് ഓഫ് കോമ്പൻസേഷൻ, അതിന്റെ ഡെഫിനിഷൻസ്, ക്ലോസ്, പ്രൊസീജിയേഴ്സ്, ഇതെല്ലാം ഒക്കെ തന്നെ ഒന്ന് കുറച്ചുകൂടെ വൈഡൻ ചെയ്യുക എന്നുള്ളതായിരുന്നു ഈ അമെന്റ്മെന്റ്സ് കൊണ്ട്, 4 അമെന്റ്മെന്റ്സ് കൊണ്ട് ഉദ്ദേശിച്ചത്. ഏതൊക്കെയാണ് ശരിക്കും 1933 1939 പ്രീ ഇൻഡിപെൻഡൻസ് അമെന്റ്മെന്റ്സ്, 1959 1962 പോസ്റ്റ് ഇൻഡിപെൻഡന്റ് അമെന്റ്മെന്റും ആയിരുന്നു. ഇനി അത് ശരിക്കും നമ്മൾ ഒരു അമെന്റ്മെന്റ് എന്താണെന്ന് ചോദിക്കുമ്പോൾ അതിനകത്ത് ഏത് ആക്ട് ആണെന്ന് കൂടെ നമുക്ക് അറിഞ്ഞിരിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഇതിവിടെ പറഞ്ഞിരിക്കുന്നത്. എന്താണ് Act 8 of 1959 ആണ് ഫസ്റ്റ് പോസ്റ്റ് ഇൻഡിപെൻഡൻസ് അമെന്റ്മെന്റ് എന്ന് പറയുന്നത്. ഇത് എന്താ ചെയ്തത്? ഒക്യുപേഷണൽ ഡിസീസിന്റെ പ്രൊവിഷൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഒക്യുപേഷണൽ ഡിസീസിന്റെ പ്രൊവിഷൻസ് ആക്ട് 8 of 1959 അത് അമെന്റ് ചെയ്തു. അടുത്തത് എൻഹാൻസ്മെന്റ് ഓഫ് വേജ് സീലിംഗ് ആസ് വെൽ ആസ് കോമ്പൻസേഷൻ എമൗണ്ട്സ്. അതെന്നാ ചെയ്തത് 1976 അമെന്റ്മെന്റിലാണ്. അത് ആക്ട് എന്താണ് 65 of 1976 ആണ്. അവിടെ എന്താ നടത്തിയത്? വേജ് സീലിംഗ് കോമ്പൻസേഷൻ എമൗണ്ടും എൻഹാൻസ് ചെയ്തു. അതാണ് 1976 അമെന്റ്മെന്റ്. ഇനി ശരിക്കും ഇതിന്റെ പേര് മാറ്റപ്പെട്ട റീനെയിം ചെയ്ത അമെന്റ്മെന്റ് എന്ന് പറയുന്നത് 2009 ആക്ട് 46 ആണ്. 2009 ആക്ട് 46 ആണ് ഏത് ഈ എംപ്ലോയീസ് കോമ്പൻസേഷൻ ആക്ട് എന്ന് ഈ വർക്ക്മെൻ കോമ്പൻസേഷൻ ആക്ടിനെ റീനെയിം ചെയ്ത അമെന്റ്മെന്റ് എന്ന് പറയുന്നത്. ഇനി ഒന്നുകൂടെ ബ്രോഡാക്കി, എന്താണ് എൻഹാൻസ് കോമ്പൻസേഷൻ, പെനാൽറ്റീസ്, റിമൂവ് വേജ് സീലിംഗ് ഫോർ കവറേജ്. നേരത്തെ വേജ് സീലിംഗ് ഉണ്ടായിരുന്നു. വേജ് സീലിംഗ് എന്നാണ് നടന്നത് 1976 അമെന്റ്മെന്റിലാണ് വേജ് സീലിംഗ് ഉണ്ടായത്. പക്ഷേ ഇവിടെ എന്താണ് വേജ് സീലിംഗ് റിമൂവ് ചെയ്തു. അപ്പൊ സോ 2010 അമെന്റ്മെന്റ് ആക്ട് 45 എന്താണ് ശരിക്കും നടന്നത്? എൻഹാൻസ്മെന്റ് കോമ്പൻസേഷൻ എൻഹാൻസ് ചെയ്തു, പെനാൽറ്റീസ് എൻഹാൻസ് ചെയ്തു, അതേപോലെ തന്നെ ഒരു സാധനം റിമൂവ് ചെയ്തു. ഏതാണ്? വേജ് സീലിംഗ്. വേജ് സീലിംഗ് ഫോർ കവറേജ് ഉണ്ടായിരുന്നു, അത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അമെന്റ്മെന്റ് എന്ന് പറയുന്നത് 2017 അമെന്റ്മെന്റ് ബില്ലാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളത്. അപ്പൊ സോ അതിനകത്ത് എന്താ സംഭവിച്ചത്? എംപ്ലോയർ മെയ്ഡ് ലയബിൾ എന്താണ് employer liable to inform employees of the rights and increase the penalties. അതാണ് അടുത്ത് വന്നിരിക്കുന്നത്. എംപ്ലോയർ എന്താണ്? ലയബിൾ ആണ്. എന്തിനു വേണ്ടിയിട്ട്? എംപ്ലോയീസിനെ ഇൻഫോം ചെയ്യണം. എന്തൊക്കെയാണ് അതിന്റെ റൈറ്റ്സ് ആൻഡ് അവരുടെ അവകാശങ്ങളും അതേപോലെ അവരുടെ പെനാൽറ്റി ഇൻക്രീസ് ചെയ്തിരിക്കുന്നതിനെ പറ്റിയും അവരെ അറിയിക്കുക എന്നുള്ളത് അതും ഒരു ബാധ്യതയായിട്ട്. അപ്പൊ ഇത്രയാണ് ഇതിന്റെ ഹിസ്റ്ററി എന്ന് പറയുന്നത്. അപ്പൊ ഹിസ്റ്ററി ആദ്യം നമ്മൾ
സ്റ്റേറ്റ്മെന്റ് ഓഫ് ഒബ്ജക്ട്സ് ആൻഡ് റീസൺസ് പറഞ്ഞു. ദെൻ അടുത്തത് ഹിസ്റ്ററി പറഞ്ഞു. ഇനി ഇതിന്റെ സ്കീം നോക്കാം. അപ്പം ഇത് രണ്ടും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ നമുക്ക് സ്കീമിലേക്ക് പോവാം. ഇത് ശരിക്കും എത്ര സെക്ഷൻസ് ആണ് ഉള്ളത്? ടോട്ടൽ നമ്പർ ഓഫ് സെക്ഷൻസ് നോക്കിക്കോട്ടെ. ടോട്ടൽ നമ്പർ ഓഫ് സെക്ഷൻസ് 36 സെക്ഷൻസ് ആണ് ടോട്ടൽ ഉള്ളത്. ശരിക്കും ഇതിനകത്ത് ടോട്ടൽ സെക്ഷൻസ് എന്ന് പറയുന്നത് ഞാനിവിടെ എഴുതിയിട്ടില്ല. അപ്പൊ 36 അല്ലേ? ടോട്ടൽ സെക്ഷൻസ് പറഞ്ഞത് എത്രയാണ്? എത്രയാണെന്ന് പറഞ്ഞേ? ടോട്ടൽ സെക്ഷൻസ് എന്ന് പറയുന്നത് 36 ആണ്. അതിനകത്ത് ഇതിനെ നമുക്കൊരു എന്തായാലും 4 വേണേൽ തിരിക്കാം. അതിന്റെ സ്കീം ഒരു 4 മാറ്റാം. ഒന്ന്, ഫസ്റ്റ് പ്രിലിമിനറി സെഷൻ 1 to 3 ആണ് പ്രിലിമിനറി എന്ന് പറയുന്നത്. അതെന്താണ്? ശരിക്കും എക്സ്റ്റെന്റ് ഓഫ് കമൻസ്മെന്റ്, അതേപോലെ ഡെഫിനിഷൻ, ഇതൊക്കെയാണ് ഫസ്റ്റിനകത്ത് മൂന്നെണ്ണത്തിനകത്ത്. എല്ലാ ആക്ടിനകത്തും ആദ്യം ഇതൊക്കെ തന്നെയാണല്ലോ. എന്താണ്? ലോങ് ടൈറ്റിൽ, ഷോർട്ട് ടൈറ്റിൽ, എക്സ്റ്റെന്റ്, കമൻസ്മെന്റ്, ഡെഫിനിഷൻസ്, 2 മിക്കവാറും ഡെഫിനിഷൻസ് അങ്ങനെയായിരിക്കും. ദെൻ അടുത്ത സംഭവം എന്ന് പറയുന്നത് certain ക്ലാസ് ഓഫ് എംപ്ലോയീസ് ആണ് ഇതിനകത്ത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അത് ഫാക്ടറീസ്, മൈൻസ്, പ്ലാന്റേഷൻസ്, കൺസ്ട്രക്ഷൻ എക്സെട്ര. ഇതിനകത്തുള്ള certain എംപ്ലോയീസ്, അവരെയാണ് ഇതിനകത്ത് ഈ ആക്ടിന് പരിധിക്കുള്ളിലെ ആപ്ലിക്കേഷൻ വന്നിരിക്കുന്നത്. പിന്നെ എംപ്ലോയീസ് ലയബിലിറ്റി ഫോർ കോമ്പൻസേഷൻ എങ്ങനെയാണ്? ഇൻ കേസ് ഓഫ് പേഴ്സണൽ ഇഞ്ചുറീസ്, ഡെത്ത്, അങ്ങനെ പല രീതിയിലുള്ള സംഭവമുണ്ട്. ഒന്ന് പേഴ്സണൽ ഇഞ്ചുറി ഉണ്ട്, ഡെത്ത് ഉണ്ട്, അതേപോലെ ഒക്യുപേഷണൽ ഡിസീസ് ഉണ്ട്. ഇത് എപ്പോഴായിരിക്കണം? ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ഇത് അറൈസിങ് ഔട്ട് ഓഫ് ആൻ ഇൻ കോഴ്സ് ഓഫ് എംപ്ലോയ്മെന്റ് ആയിരിക്കണം. അറൈസിങ് ഔട്ട് ഓഫ് എംപ്ലോയ്മെന്റ് ആയിരിക്കണം, അറൈസിങ് ഇൻ ദ കോഴ്സ് ഓഫ് എംപ്ലോയ്മെന്റ് ആയിരിക്കണം. ഈ എംപ്ലോയ്മെന്റിൽ കൂടിയാണ് ഇത് നടക്കേണ്ടത്. ഡ്യൂറിങ് ദ കോഴ്സ്, ആ സമയത്തായിരിക്കണം ഇത് നടക്കേണ്ടത്. അപ്പം ഇത് എന്തൊക്കെയാണ് ഉള്ളത്? പേഴ്സണൽ ഇഞ്ചുറി ആവാം, ഡെത്ത് ആവാം, ഒക്യുപേഷണൽ, ചില ജോലികളൊക്കെ നമ്മൾ പെയിന്റ് ഒക്കെ വർഷങ്ങളായിട്ട് ഉപയോഗിച്ച് ചിലപ്പോൾ കളറൊക്കെ മാറും. അപ്പൊ ഒക്യുപേഷണൽ, ആ ഒക്യുപേഷൻ പെയിന്റ് അടിക്കുന്ന ആൾക്കാർക്ക് ഉണ്ടാവുന്ന ഒരു വൈകല്യമാണല്ലോ അത്. സോ ഒക്യുപേഷണൽ ഡിസീസ് അങ്ങനെ. അതുകൊണ്ട് ഇപ്പൊ സാധാരണ ഒരു നേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഫുൾ ടൈം നിൽക്കുക ആയതുകൊണ്ട് അവർക്ക് വെരിക്കോസ് വെയിനിന്റെ ഒരു പ്രോബ്ലം ഉണ്ടാവാറുണ്ട്. അപ്പൊ ഇതെല്ലാം ഒക്യുപേഷണൽ ഡിസീസസ് ആണ്. സോ ഇതെന്താണ്? എംപ്ലോയീസ് ലയബിലിറ്റി ഫോർ കോമ്പൻസേഷൻ കേസ് പേഴ്സണൽ ഇഞ്ചുറി, ഡെത്ത് ഓർ occupational disease. So ഫസ്റ്റ് പ്രിലിമിനറി എന്ന് പറയുന്നത് സെക്ഷൻ 1 to 3. അടുത്ത സെക്ഷനിലേക്ക് ഇതിലേക്ക് പോകാം നമുക്ക്. 4 to 13 എന്ന് പറയുന്നതാണ് ലയബിലിറ്റീസ് ആൻഡ് കോമ്പൻസേഷൻ. അപ്പൊ സെക്ഷൻസ് നമ്മൾ ടോട്ടൽ 36 സെക്ഷൻസ് ആണെന്ന് പറഞ്ഞു അല്ലെ? അപ്പൊ അതിനകത്ത് 1 to 3 എന്ന് പറയുന്നത് പ്രിലിമിനറി ആണ്. അപ്പം ശരിക്കും ഇതിന്റെ ഡെപ്തിലേക്ക് പോകുന്ന ഇമ്പോർട്ടന്റ് ഭാഗത്തേക്ക് പോകുന്നത് ശരിക്കും ഇവിടെ കോമ്പൻസേഷൻ ആണല്ലോ കൊടുക്കേണ്ടത്. ലയബിലിറ്റി, എന്തെങ്കിലും ഒരു ലയബിലിറ്റി ഉണ്ടായാൽ അതിന് കോമ്പൻസേഷൻ ആണല്ലോ കൊടുക്കേണ്ടത്. അത് പറഞ്ഞിരിക്കുന്ന സെക്ഷൻസ് ഏതാണ്? 4 to 13 എന്ന് പറയുന്ന സെക്ഷൻസ് ആണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിനകത്ത് എന്തൊക്കെയാണ്? അതിനകത്ത് എമൗണ്ട് ഓഫ് കോമ്പൻസേഷൻ ഉണ്ട്, അതെങ്ങനെ കാൽക്കുലേഷൻ ചെയ്യണമെന്നുണ്ട്, അത് എപ്പോ പേയ്മെന്റ് നടത്തുന്നുണ്ട്, അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണെന്ന് പറയുന്നുണ്ട്, അതിന്റെ സഡൻ സ്പെഷ്യൽ പ്രൊവിഷൻസ് നമ്മളിപ്പോ പറഞ്ഞില്ലേ, എന്താ ഒക്യുപേഷണൽ ഡിസീസ്, അതുപോലെ കോൺട്രാക്ട് റിലീവിംഗ് എംപ്ലോയീസ് ലയബിലിറ്റി, എന്താണ് റിലീവിംഗ് എംപ്ലോയീസ്. ഇപ്പൊ നമ്മൾ ഒരു ബോണ്ട് നമ്മൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് കൊടുക്കാറുണ്ട്. അതിനകത്ത് എന്താണ് ഈ ഒരു കോൺട്രാക്ട്, നമ്മൾ കോൺട്രാക്ട് ആണ് ശരിക്കും ഫസ്റ്റ് പേഴ്സൺ നമ്മൾ ജോലി ചെയ്യുന്ന ആളും അവരുടെ മാനേജ്മെന്റും കമ്പനിയും തമ്മിലുള്ള ഒരു
ഇതാണ് ബോണ്ട് എന്ന് പറയുന്നത്. ആ കോൺട്രാക്റ്റിനകത്ത് എന്താണ്, എംപ്ലോയറിനെ ലയബിലിറ്റിന്ന് റിലീവ് ചെയ്തുകൊണ്ടുള്ള ഒരു കോൺട്രാക്ട് ആണെങ്കിൽ അത് വോയിഡ് ആണ്. മനസ്സിലായി? അപ്പൊ ആ സ്പെഷ്യൽ പ്രൊവിഷൻസ് ഇതിനകത്ത് സർട്ടൺ ഇതിൽ പറയുന്നുണ്ട്. അതായത് 1 to 13 ആ സാധനങ്ങൾ പറയുന്നത്. അപ്പം അത് മനസ്സിലായല്ലോ. സ്കീമിനകത്ത് ഫസ്റ്റ് പ്രിലിമിനറി 1 to 3 ആണ്. രണ്ടാമത്തേത് പറയുന്നത് 4 to 13 ആണ്. അത് ലയബിലിറ്റി കോമ്പൻസേഷൻ ആണ് പറയുന്നത്. മൂന്നാമത്തേത് അതോറിറ്റീസ് ആൻഡ് പ്രൊസീജിയർ. എവിടെ ആണെങ്കിലും ഇതിനൊരു അതോറിറ്റി, ഏത് ലോ നമ്മൾ എൻഫോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ടും അത് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടും അത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാനാണെങ്കിലും ഒരു സർട്ടൻ അതോറിറ്റി ഉണ്ടാവണം. അത് ഗവൺമെന്റ് ഡിക്ലെയർഡ് ആവണം. ആ അതോറിറ്റിക്ക് സർട്ടൻ ഫങ്ഷൻസ് ഉണ്ടാവണം. ആ അതോറിറ്റിക്ക് സർട്ടൻ പ്രൊസീജിയേഴ്സ് ഉണ്ടാവണം. അതിന് സർട്ടൻ പവേഴ്സ് ഉണ്ടാവണം. അപ്പം അതിന് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ടാവും. അങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞിരിക്കുന്ന ആ സെക്ഷൻസ് ആണ്, അതോറിറ്റീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് പറഞ്ഞിരിക്കുന്ന സെക്ഷൻസ് ആണ് 19 to 36 എന്ന് പറയുന്നത്. അപ്പം കമ്മീഷണർ ഫോർ എംപ്ലോയീസ് കോമ്പൻസേഷൻ എന്ന് അത് പറഞ്ഞിരിക്കുന്ന സെക്ഷൻസ് ഉണ്ട്. അവിടെ എന്താണ് അവരെന്താ ചെയ്യുന്നത്? ഡിസൈഡ് ഡിസ്പ്യൂട്ട് റിഗാർഡിംഗ് ലയബിലിറ്റി, എക്സ്റ്റെന്റ് ഓഫ് ഡിസേബിൾമെന്റ്സ്, ഡിപെൻഡൻസ് ക്ലെയിംസ്. ഇതൊക്കെ തന്നെ ആരാണ് കൈകാര്യം ചെയ്തത്? നമ്മുടെ എംപ്ലോയർ എന്ന് പറയുന്ന ആളാണ്. കമ്പനിയാണെങ്കിൽ രജിസ്ട്രാർ എന്ന് പറയുന്നത്. ഇവിടെ ആരാണ്? കമ്മീഷണർ. ഇതാണ് പവേഴ്സ് അക്കിൻ ടു സിവിൽ കോർട്ട്. അതായത് സിവിൽ കോർട്ടിന്റെ സെയിം പവർ ആണ് ഇതിനകത്തുള്ളത്. ഇനി പ്രൊസീജിയർ എങ്ങനെയാണ്? ഫയലിംഗ് ഓഫ് എ ക്ലെയിം, നോട്ടീസ് ഓഫ് ആക്സിഡന്റ്, മെഡിക്കൽ എക്സാമിനേഷൻ, ദെൻ രജിസ്ട്രേഷൻ ഓഫ് എഗ്രിമെന്റ്. എഗ്രിമെന്റിനകത്ത് എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഈ കോൺട്രാക്റ്റിനകത്ത് എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇനി ഇതിന്റെ അപ്പീല് ഈ കമ്മീഷണർ ഒരു സിവിൽ കോർട്ടിന്റെ അതേ പവർ ആണെന്ന് പറഞ്ഞു. അതേ വാല്യമാണ് ഇതിന്റെ ഓർഡർ, ഇവര് കൊടുക്കുന്ന ഓർഡറിന് എന്ന് പറഞ്ഞു. അപ്പൊ എന്താ സംഭവിക്കുന്നത്? ഇതിലൊരു നമുക്ക് ചിലപ്പം എംപ്ലോയീസിന് ശരിക്കും എന്താണ് വേണമെങ്കിൽ അപ്പീൽ കൊടുക്കാം. ഈ കോമ്പൻസേഷൻ കുറഞ്ഞു പോയി ഇനി തിരിച്ചാണ് അദ്ദേഹത്തിന് കൊടുക്കാം, അവർക്ക് എംപ്ലോയർക്ക് കൊടുക്കാം. ഇത്രയും ഇതില്ല, കോമ്പൻസേഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല, അയാളുടെ തന്നെ ഫോൾട്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്യാമല്ലോ. അപ്പീൽ കൊടുക്കുന്നത് എവിടെയാണ്? ഹൈക്കോർട്ടിലാണ്. അപ്പം ആ അപ്പീൽ കൊടുക്കുന്നത് എന്ത് ബേസിലാണ് കൊടുക്കുന്ന അപ്പീല്? എന്താണ്? ഡെഫിനറ്റ്ലി ഫോർ ഓൺ എ ക്വസ്റ്റ്യൻ ഓഫ് സബ്സ്റ്റാൻറ്റീവ് ലോ. ആ സബ്സ്റ്റാൻഷ്യൽ ക്വസ്റ്റ്യൻ ഓഫ് ലോ ആയിരിക്കണം അപ്പീൽ പോവാന്ന് പറയുന്നത്. അപ്പം മൂന്നാമത്തെ സെഷനും കഴിഞ്ഞു. ഇനി അടുത്ത മിസ്ലേനിയസ് 32 to 36. അത് എല്ലാ എനാക്ട്മെന്റിലും ഇങ്ങനെ ഇത് തന്നെയാണ്. റൂൾ മേക്കിംഗ്, അഡീഷണൽ റൂൾ മേക്കിംഗ് പവേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ പ്രൊട്ടക്ഷൻ ഓഫ് എംപ്ലോയീസ്, അതേപോലെ പെനാൽറ്റീസ് ഫോർ നോൺ കംപ്ലയൻസ്. ആ സാധനങ്ങൾ പറഞ്ഞിരിക്കുന്നതാണ് 32 മുതൽ 36 വരെ. അപ്പം ഫസ്റ്റ് വണ് നമ്മൾ എന്ത് പറഞ്ഞു? ആദ്യം സ്റ്റേറ്റ്മെന്റ് ഓഫ് ഒബ്ജക്ട്സ് പറഞ്ഞു. അടുത്തത് ഹിസ്റ്ററി ഓഫ് എനാക്ട്മെന്റ് പറഞ്ഞു. മൂന്നാമത്തെ എന്താണ്? സ്കീം ഓഫ് ദി ആക്ട്. 36 ഇതാണ്. 36 സെക്ഷൻസ് ഉണ്ട്. അതിനകത്തെ പ്രിലിമിനറി സെക്ഷൻസ് എന്ന് പറയുന്നത് 1 to 3 ആണ്. അതിന്റെ ലയബിലിറ്റി കോമ്പൻസേഷൻ പറയുന്ന സെക്ഷൻസ് എന്ന് പറയുന്നത് 4 to 13 ആണ്. അതേപോലെ എന്താ സെക്ഷൻസ് 19 to 31 എന്ന അതിന്റെ പ്രൊസീജിയർ, അതോറിറ്റി, കമ്മീഷണർ അതിന്റെ പ്രൊസീജിയറും അവരുടെ അതോറിറ്റിയുമാണ്, അവരെങ്ങനെ ഫംഗ്ഷൻ ചെയ്യണം എന്ന് പറയുന്നതാണ്. അതേപോലെ ഏറ്റവും അവസാനത്തെ മിസ്ലേനിയസ് 32 to 36 എന്ന് പറയുന്നത് റൂൾ മേക്കിംഗ്, പ്രൊട്ടക്ഷൻ ആസ് വെൽ ആസ് പെനാൽറ്റീസ് ഓഫ് നോൺ കംപ്ലയൻസ്. അതാണ്. ഇനി ഈ ആക്ട് എന്താണ്? ഒരു വളരെ ബെനിഫിഷ്യൽ ലെജിസ്ലേഷൻ ആണ്. എന്താണ് എൻഷുർ ചെയ്യുന്നത്? എംപ്ലോയീസിനും അതേപോലെ അവരുടെ ഡിപ്പെൻഡൻസിനും കോമ്പൻസേഷൻ വിത്തൗട്ട് ഡിലേ ആൻഡ് എക്സ്പെൻസീവ് ലിറ്റിഗേഷൻ. എല്ലാ ലിറ്റിഗേഷനും വളരെ എക്സ്പെൻസീവ് ആണ്. സാധാരണ ഒരു ആൾക്ക്, ഒരു വിക്ടിം എന്ന് പറയുന്ന ഒരു കക്ഷിക്ക് ഒരിക്കലും പോയി നേടിയെടുത്ത് കൊണ്ടുവരിക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം, എക്സ്പെൻസീവ് ആണ്, ഒത്തിരി ഡിലേ വരുന്നതാണ്. അപ്പൊ ഈ ഡിലേ ഒഴിവാക്കുക. അതായത് ലിറ്റിഗേഷൻ പോകുന്നതിന് മുമ്പ് വേണേ ഔട്ട് ഓഫ് ദ കോർട്ട് ഇത് സെറ്റിൽ ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു കാര്യമാണ് ഇവിടെ നോക്കുന്നത്. കാരണം ഒരു ഫിയർ ഓഫ് ആപ്രിഹെൻഷൻ ഓഫ് ലിറ്റിഗേഷൻ ഉണ്ടാവും, വലിയ കോമ്പൻസേഷൻ വരാം. അപ്പൊ തമ്മിലൊരു മ്യൂച്വൽ ഒരു ആർബിട്രേഷൻ ഒക്കെ വഴി വേണമെന്നുണ്ടെങ്കിൽ ഇത് പോവാതെ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബെനിഫിഷ്യൽ ലെജിസ്ലേഷൻ ആണ് ഇത്. ഇതൊരു
ഒരു പ്രിൻസിപ്പിൾ ഓഫ് ഇറ്റ് എംബോഡീസ് പ്രിൻസിപ്പിൾ ഓഫ് സോഷ്യൽ സെക്യൂരിറ്റി. എംപ്ലോയീസിന്റെ സോഷ്യൽ സെക്യൂരിറ്റി കൊടുക്കും. അതേപോലെ എംപ്ലോയീസ് ലയബിലിറ്റി വിത്തൗട്ട് ഫോൾട്ട് ആണെന്നുണ്ടെങ്കിൽ ചിലത് വിത്തൗട്ട് ഫോൾട്ട് എംപ്ലോയീസ് ലയബിലിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ നോ ഫോൾട്ട് ലയബിലിറ്റീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ എംപ്ലോയീസ് കോമ്പൻസേഷൻ ആക്ട് 1923 എംപ്ലോയീസ് കോമ്പൻസേഷൻ ആക്ട് 1923 സ്റ്റേറ്റ്മെന്റ് ഓഫ് ഒബ്ജക്ട്സ് ആൻഡ് റീസൺസ് അതിന്റെ ഹിസ്റ്ററി, അതേപോലെ സ്കീം എന്ന് പറയുന്നത്. അപ്പം നമ്മൾക്ക് ഇത്രയും ഇതുകൊണ്ട് നമ്മൾക്ക് ഈ ക്ലാസ് അവസാനിപ്പിക്കാം. ഓക്കെ, താങ്ക് യു.